മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊല്ലം പത്തനാപുരത്ത് പുഷ്പമേളയ്ക്കും ഓണം ഫെസ്റ്റിനും തുടക്കമായി. പരിപാടികളുടെ ഉദ്ഘാടനം പത്തനാപുരം എംഎൽഎയും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ഫ്ലവർ ഷോ നടത്തിയത് വലിയ വിജയമായിരുന്നു. നമ്മുടെ ഒരു മേള നടത്തിയത് വലിയ വിജയമായിരുന്നു. ഇതും ഒരു വലിയ വിജയമാകുന്നതിന് സംശയമില്ല. നമ്മുടെ ഈ മേഖലയിൽ പത്തനാപുരം, കോന്നി, കലഞ്ഞൂർ, പാടം, മാങ്കോട്, ആ ഭാഗത്തുള്ള എല്ലാവരും, തലൂർ പഞ്ചായത്തിൽ നിന്നും എല്ലാ പ്രദേശത്തും ധാരാളം ജനങ്ങൾക്ക് ഓണവുമായി വന്നു പോകാനും മനോഹരമായ ഫ്ലവർ ഷോ ആസ്വദിക്കാനും കലാപരിപാടികൾ, അതുകൊണ്ട് നടക്കുന്ന എല്ലാ സായാഹ്നത്തിലും നടക്കുന്ന കലാപരിപാടികൾ, വിവിധങ്ങളായ പല സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യാപാര സംവിധാനങ്ങൾ, ഇവയെല്ലാം പത്തനാപുരത്തിൻ്റെ ഈ ഒരു ഫ്ലവർ ഷോയെ വർണ്ണാഭമാക്കും. സാഹസികമായ റൈഡുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ബൈക്ക് ഓടിക്കുന്നത് കാണാനും എല്ലാവർക്കും ഒരു വലിയ ഒരു കയറി വന്നാൽ കുറേ അധികം സമയം ആസ്വദിച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു മേളയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇതൊരു വലിയ വിജയമാകും എന്നതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. മുൻകാല ചരിത്രത്തിലും അങ്ങനെയാണ്. ഒരു മാസം ഏതാണ്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു മേള ഇന്ന് ആരംഭിക്കുകയാണ്. ആഘോഷങ്ങൾ ജനങ്ങളുടെ സന്തോഷം ഇരട്ടിയാക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. പൂവും പൂവിളിയുമായി അത്തം പിറന്നതിന്റെ ആഘോഷം കൂടിയായിരുന്നു പുഷ്പമേളയും ഓണം ഫെസ്റ്റും. ചരിത്രത്തിൽ ഇതാദ്യമായാണ് പത്തനാപുരത്ത് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. ഇല്ലായ്മകളിൽ നിന്നും കരകയറുന്ന ജനതയ്ക്ക് ഓണാഘോഷം വാനോളം സംതൃപ്തി നൽകുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയോടെയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. NSS ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് S തുളസി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിത രാജേഷ്, K സുലോചന, ബൽക്കീസ് ബീഗം, തൗസിയ മുഹമ്മദ്, മണി സോമൻ, സലൂജ ദിലീപ്, പ്രിൻസി ജിജി, CR നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 22 വരെയാണ് ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പരിപാടികളുടെ കോർഡിനേറ്റർമാരായ അനീഷ്, അഫ്സൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.